സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ മാക്സിമം തരം താഴ്ത്തിയും അവഹേളിച്ചും ഒക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഹേമയും മാനസയും കൂടിയിട്ട്. ഹേമയൊക്കെ പറയുന്നുണ്ട്, ഇവളെ പോലുള്ളവർ മേക്കപ്പും ചെയ്ത് ഇറങ്ങിക്കോളും. അല്ല, വീട്ടിലും ഇതിനൊക്കെ നിനക്ക് നല്ല സപ്പോർട്ടായിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരുവനെ തപ്പിയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ കൺമണി തിരിച്ചു പറയുന്നുണ്ട്, ആന്റി എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ എന്റെ വീട്ടിലുള്ളവരെ പറയരുത്. എന്നാൽ ഹേമ പിന്നെയും വഴക്ക് പറയുന്നുണ്ട്, ആ സുജാതയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കിയാനെ നിന്നെ. തുടർന്ന് മാനസയും പറയുക, സാഗരങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാ അതിന് നിനക്ക് എന്താടി? നിന്റെ ആരെങ്കിലും ആണോ അങ്ങേര്? അങ്ങളുടെ കാര്യങ്ങൾ നോക്കാനേ ഞങ്ങളുണ്ട്. അതല്ല, പുറത്തുനിന്ന് ആരെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ കൂലി കൊടുക്കും. ഇനി ഇതുപോലുള്ള സമയങ്ങളിൽ ഇടപെടാൻ വരുമ്പോ ശമ്പളം പറഞ്ഞിട്ട് വേണം വരാൻ. ജോലി തീർത്തിട്ട് കഴിഞ്ഞാൽ കൂലിയും വാങ്ങി പൊക്കോണം. കൺമണിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇവരോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് കൺമണിക്ക് അറിയാം. ഏതായാലും കൃഷ് സാറ് വരട്ടെ, ഞാൻ പൊക്കോളാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഓ പിന്നെ നിന്റെ ഒരു കൃഷ് സാറ് അല്ല, കൃഷ് വരാൻ വേണ്ടിയിട്ട് നീ എന്തിനാടി വെയിറ്റ് ചെയ്യുന്നത്? നിന്റെ ആരാ കൃഷ്? ഇവളുടെ കല്യാണ ചെറുക്കനാണ് കൃഷ്. നീ അവനെ കാണാനും അനുവാദം ചോദിക്കാനും ഒന്നും നിൽക്കണ്ട. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം കടന്നു പോ. കാക്ക കുളിച്ചാലേ കൊക്കാകില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏഴയലത്ത് വരാനുള്ള യോഗ്യത പോലും നിനക്കില്ല. പിന്നെ കൃഷി നിന്റെ കൂടെ ഇടപെട്ടതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അതൊക്കെ ഞങ്ങൾ കണ്ണടയ്ക്കും. അവസാന നഷ്ടം നിനക്കാണ് സംഭവിക്കാൻ പോകുന്നത്. പൊക്കിവിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് നായ്ക്കും മുകളിലെത്താമെന്ന് പറയും. ഇവിടെ അതാണ് സംഭവിച്ചത്. കേട്ടോ അമ്മേ, എല്ലാവരും കൂടെ പൊക്കി ഇവിടെ എന്തോ സംഭവമാണെന്നാണ് ഇവള് കരുതിയിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം മാറി മാറി മാനസയും ഹേമയും കൂടി കൺമണിയെ ശരിക്കും അപമാനിച്ച് സംസാരിക്കുമ്പോൾ ഒടുവിൽ കൺമണി പറഞ്ഞു പോവുകയാണ് അവരോട്, ഇതൊന്നും നിർത്താൻ. ഇതൊരു ആശുപത്രിയാണ്. പിന്നെ എന്റെ മനസ്സും ഇപ്പൊ വേറൊരു അവസ്ഥയില. ഇവിടെ ഇപ്പൊ പറഞ്ഞതിനൊക്കെ ഇനിയൊരിക്കൽ ഞാൻ മറുപടി തരുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവരുടെ മുമ്പിൽ നിന്നും നടന്നകലുകയാണ് കൺമണി. എന്നാൽ കൺമണി പോയി കഴിഞ്ഞതും കൃഷ് ഐസിയിൽ നിന്നും വരികയാണ്. കൺമണി എവിടെയാണെന്ന് ഹേമയോടും മാനസയോടുമാണ് പോയി ചോദിക്കുന്നത്. എന്നാൽ മാനസയും ഹേമയും കൃഷിന് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണ് തിരിച്ചു സംസാരിക്കുന്നത്. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ കൃഷി ദേഷ്യത്തോടെ കൺമണിയെ തിരക്കി പോകും. കൃഷി പോയി കഴിഞ്ഞതിന് ശേഷം ഹേമ മാനസയോട് ചോദിക്കുകയാണ്, എടി ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കുക, ആ കൺമണിയുടെ പിന്നാലെ പോകുന്ന ഇവന് വേണ്ടിയിട്ട് എന്തിനാ നീ നിന്റെ ജീവിതം പാഴാക്കുന്നത്? അപ്പം മാനസ പറയും, അതെന്തിനാണെന്നറിയോ? അവന്റെ ജീവിതം നശിപ്പിക്കാൻ. അതിനുവേണ്ടി ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ ക്ഷമിക്കും. ഹേമയോടെല്ലാം കാത്തിരുന്ന് കണ്ടോളാൻ പ്രതികാര ഭാവത്തിൽ പറയുന്നുണ്ട് മാനസ. കൺമണി അങ്ങനെ സങ്കടത്തില് ഹോസ്പിറ്റലിൽ നിന്നും പോകാൻ തുടങ്ങുന്നതും വാസുകി കൺമണിയെ വിളിക്കുകയാണ്. കൺമണി സാഗറിനെ രക്ഷിച്ച ആ വാർത്ത കണ്ട് അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വാസുകി കൺമണിയെ വിളിക്കുന്നത്. കൺമണിയാണല്ലോ ഇപ്പോഴത്തെ സ്റ്റാർ. ഇവിടെ എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങളുടെ റാണിയല്ലേ കൺമണി റാണി. കൃഷ് രാജാവിന്റെ അച്ഛനെ രക്ഷിച്ചിരിക്കുന്നു. കമ്പനിയിലെ ആളുകളുടെ മനസ്സിൽ റാണി എന്ന സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ വെറും റാണിയല്ല, ഞങ്ങളുടെ ഝാൻസി റാണിയാ. കൺമണിക്ക് ഇതൊക്കെ കേട്ട് സന്തോഷമുണ്ട്. പക്ഷെ മനസ്സിൽ ദുഃഖമുള്ളത് കൊണ്ട് തന്നെ ആ സന്തോഷം അങ്ങോട്ട് തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കൺമണി തിരിച്ച് വാസുകിയോട് പറയും, വാസുകിയുടെ നല്ല വാക്കുകൾക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ കൺമണിയുടെ സ്വരത്തിൽ നിന്നും കൺമണി അത്ര സന്തോഷത്തിലല്ല എന്നുള്ള കാര്യം വാസുകിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നാണ് കൺമണി പറയുന്നത്. പിന്നെ ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക എന്നും ഒരു കാരണം പറയുമ്പോൾ, ആ ക്ഷീണം കാണും, അത്രമാത്രം ബുദ്ധിമുട്ടിയല്ലോ, ചെറിയ കാര്യമാണോ ചെയ്തത്? എന്തായാലും ഞാനും അയ്യപ്പനും നാട്ടുകാരും കൂടെ ഞങ്ങളുടെ രാജാവിനെയും റാണിയെയും ഉടനെ തന്നെ കാണാൻ വരുന്നുണ്ട്. അല്ല അതിരിക്കട്ടെ, നിങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാവോ? കൺമണിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. വാസുകി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ സത്യം പറയാൻ കൺമണി, നിങ്ങളെപ്പോലെ ചേർച്ചയുള്ളവരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേയില്ല. ദേ വിവാഹത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കുമല്ലോ അല്ലേ? അല്ല വിളിക്കണ്ട, ഞങ്ങൾ അറിഞ്ഞങ്ങ് വരും. ഈ വാക്കുകളൊക്കെ കേട്ട് കരഞ്ഞു പോവാണ് കൺമണി. എങ്കിലും വാസുകിയുടെ മുമ്പില് ക്ഷീണമാണെന്നൊക്കെ കള്ളം പറഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് വിളിക്കാം, ഇപ്പൊ തൽക്കാലം വെക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. വാസുകിക്കാണെങ്കിലും കൺമണിയുടെ ഈ ഒരു പ്രതികരണം കണ്ടപ്പോ എന്തോ പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും കൃഷ് അപ്പോഴേക്കും കൺമണിയുടെ മുന്നിലേക്ക് വരും. എന്നിട്ട് ചോദിക്കും, എന്താ അപ്പോഴേക്കും അവിടെ ഒന്ന് പോയത്? അതൊന്നും ഇല്ലെന്നും എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് കൺമണി പോകാൻ തുടങ്ങുന്നതും, അല്ല നിന്റെ മുഖം ആകെ വാടിയിരിക്കുന്നു, ഹേമാന്റിയും മാനസയും കൂടി നിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പാ. ഒന്നുമില്ലെന്നൊക്കെ കൺമണി പറയുന്നുണ്ടെങ്കിലും കൺമണിയോട് വരാൻ തന്നെ പറഞ്ഞ് കൃഷി കൺമണിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ കൺമണി കൃഷിന്റെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്നില്ല, വേണ്ടാന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകണം. അത് കേൾക്കുന്ന കൃഷി, അങ്ങനെയാണെങ്കിൽ ഞാൻ മഹിപാലിനെ വിളിക്കാം, അവൻ നിന്നെ കൊണ്ടുവിടുമെന്ന് പറയുമ്പോ അതും വേണ്ടെന്ന് പറയുകയാണ് കൺമണി. ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് പോക്കോളാന്നും പറയും. തുടർന്ന് കൃഷ് ഹേമയ്ക്കും മാനസയ്ക്കും വേണ്ടി കൺമണിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അവരെന്തെങ്കിലും നിന്നോട് വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ കൺമണി പറയും, വേണ്ട സാർ എന്നോട് ക്ഷമയൊന്നും പറയരുത്.
ശേഷം കൃഷ് കൺമണിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, സാഗർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അച്ഛനോട് സംസാരിക്കുമെന്നും എന്നിട്ട് കൺമണിയെ കാണാൻ ഞാൻ വരാമെന്നും. എന്നാൽ അതൊന്നും വേണ്ടെന്ന് പറയുകയാണ് കൺമണി. അത് കേട്ട് കൃഷ്ണനാകെ സങ്കടാവും, കാരണം ചോദിക്കും. അപ്പൊ കൺമണി പറയും, അത് പിന്നെ ഇതൊന്നും പറയേണ്ട സാഹചര്യമല്ല ഇപ്പോ. സാറിനിപ്പോ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ള സമയമാണ്. സാർ അതിലോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. എന്റെ ലീവൊക്കെ കഴിഞ്ഞു, എനിക്കിന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് കൃഷിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൃഷിന് ഇതൊക്കെ കേട്ട് ആകെ നിരാശയുണ്ടാകുന്നു. കൺമണിയുടെ പിന്നാലെ കൃഷി പോകുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് കൺമണി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൺമണി രണ്ടും കൽപ്പിച്ച ഒരൊറ്റ പോക്കാണ്. കൺമണിയുടെ ഈ ഒരു പെരുമാറ്റം കൃഷിയിലും ആകെ വിഷമമുണ്ടാക്കും. തുടർന്ന് കാണിക്കുന്നത് സാഗറിനരികിൽ ഇരിക്കുന്ന ആന്റിയമ്മയും സുജാതയാണ്. അവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഇന്നലെ സാഗറിന് സംഭവിച്ച ആ അറ്റാക്കിന്റെ ഷോക്കിൽ തന്നെയാണ് ഇപ്പോഴും അവരെന്ന്. ദൈവകൃപ കൊണ്ട് മാത്രമാണ് ഒരാപത്തും സംഭവിക്കാതെ രക്ഷപ്പെട്ടതെന്നും അവർ പറയുമ്പോൾ സാഗറും പറയുന്നുണ്ട്, നേരാ, ദൈവം സഹായിച്ചു. പക്ഷെ ചേച്ചിയമ്മേ, ദൈവം കൺമണിയുടെ രൂപത്തിൽ വന്നാണ് രക്ഷിച്ചത്. ആ ബാലഗോപാലൻ സുമിത്രയും വന്നപ്പോ ആദ്യം ഞാൻ ഡോക്ടർമാരാണെന്നാ കരുതിയത്. പക്ഷെ പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്. മരിച്ചു പോകേണ്ടതായിരുന്നു ശരിക്കും ഞാൻ. ജീവിതം അവസാനിക്കാൻ പോവുകയായിരുന്നെന്നും എനിക്ക് മനസ്സിലായി. അവസാന നിമിഷങ്ങളിൽ നമ്മളെല്ലാവരെയും ഓർക്കും. നിങ്ങളെല്ലാവരും ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ മനസ്സിൽ വന്നു. ആ സമയത്താണ് കൺമണി കൃത്യമായിട്ട് വന്നത് എന്റെ മുന്നിലേക്ക്. പിന്നെ കഥയിലും സിനിമകളിലും ഒക്കെ കാണുന്ന പോലെ എനിക്ക് സ്തംഭിച്ച് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. എന്റെ ജീവൻ രക്ഷിക്കാൻ കൺമണി ഇനി അവളുടെ ജീവിതം പോലും കളയാൻ തയ്യാറായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. സാർ അവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ കെയറും ചെയ്തു. ജീവിതാവസാനം വരെ നമ്മൾ കൺമണിയോട് കടപ്പെട്ടിരിക്കുക. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ അവസാനിക്കുമായിരുന്നു. സാഗർ ഇങ്ങനെ കൺമണിയെ കുറിച്ച് പറയുന്നതൊന്നും ആന്റിയമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മതിയെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അവര്. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞല്ലോ, ഞങ്ങൾക്കത് മനസ്സിലായി, ഇനി മതി, നിർത്ത്. എന്നാൽ സാഗർ പറയും, ഇല്ല ചേച്ചിയമ്മേ, എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. മുൻപൊരിക്കല് അവൾ കൃഷ്ണന്റെ ജീവൻ രക്ഷിച്ചു, പിന്നെ ഒരിക്കല് സുജുവിന്റെ ജീവൻ രക്ഷിച്ചു, ആശുപത്രിയിൽ വെച്ച് കൃപയെ രക്ഷിച്ചു. ഇപ്പതാ എന്നെയും. ഒരു കുടുംബത്തിന്റെ മുഴുവൻ രക്ഷകയാണ് കൺമണി. നമ്മൾ ഓരോരുത്തരും അവളോട് കടപ്പെട്ടിരിക്കണം. ആന്റിയമ്മ നിർത്താൻ പറയുന്നുണ്ട് സാഗറിനോട് വീണ്ടും. അവള് ചെയ്തതെന്നൊന്നും ഞാൻ താഴ്ത്തി കാണിക്കുന്നില്ല. അവൾ അവളുടെ കടമയല്ലേ ചെയ്തത്. നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണ് അവള്, നമ്മുടെ ശമ്പളം പറ്റുന്നവൾ. മേലധികാരിക്ക് ഒരു അപകടം വന്നപ്പോ കീഴ്ജവനക്കാരി സഹായിക്കണം. അതിലിത്ര അതിശയം എന്താ, പൊക്കി പാടാൻ എന്താ? എന്നാൽ സാഗർ പറഞ്ഞു കൊടുക്കും, അതിശയമുണ്ട് ചേച്ചിയമ്മേ. കാരണം ആ ജീവനക്കാരി നമ്മളെല്ലാവരും കൂടെ വേദനിപ്പിച്ചിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ അവസ്ഥ കണ്ട് സന്തോഷിച്ച് നിൽക്കുകയുള്ളൂ. ഇതേസമയം ആന്റിയമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയുന്നത്? നമ്മൾ അവളെ വിഷമിപ്പിച്ചെന്നോ? അതെങ്ങനെയാ? അതിന് നമ്മൾ അവളെ എന്താ വിഷമിപ്പിച്ചത്? നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണം വെച്ചു. അല്ല, അതിലിപ്പോ എന്താ ഇത്ര വേദനിക്കാനിരിക്കുന്നത്? മാനസയുടെ സ്ഥാനത്ത് അവളെ ഇടിച്ചു കയറാൻ നോക്കുന്നു. നമ്മൾ അവളെ ചെറുക്കുന്നു. ആ ചെറുത്തുനിൽപ്പ് നമ്മൾ ഇനിയും തുടരണം. അവളെ ഇപ്പൊ രക്ഷകാന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിന്നെ അവള് രക്ഷിച്ചതിന്റെ പേരില് നിനക്ക് അവളോട് ഇത്തിരി ചായ്വ് കൂടുതലുണ്ട്. അതൊന്നും വേണ്ടടാ അനിയൻകുട്ട. സത്യത്തില് ഈ ആക്രമണത്തിന്റെ പിന്നില് അവളുടെ വളഞ്ഞ ബുദ്ധി ഉണ്ടോയെന്നും എനിക്കൊരു സംശയമുണ്ട്. എന്നാൽ അത് കേൾക്കുന്ന സാഗർ ദേഷ്യത്തോടെ പറയും, ആന്റിയമ്മേ, അരുത്, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. സാഗറിന്റെ കൺമണിയോടുള്ള ഈ ഒരു ചായ്വ് കണ്ടിട്ട് ആന്റിയമ്മയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്. സുജയോടും പരാതിപ്പെടുന്നുണ്ട്. അപ്പോ സുജാതയും പറയും, എനിക്ക് കൺമണി ചെയ്തെന്ന സഹായങ്ങൾക്ക് അവളോട് തീർത്താൽ തീരാത്ത നന്ദി തന്നെയുണ്ട്. സാഗർ പറഞ്ഞതുപോലെ സാഗറിന്റെ ജീവന് അവളോട് കടപ്പാടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാനസയ്ക്ക് പകരം അവളെ കാണാൻ സാധിക്കില്ല. എന്നാൽ ആ പറഞ്ഞതിനോട് സാഗറിനും എതിരഭിപ്രായമില്ല. മാനസയ്ക്ക് പകരം കൺമണിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് തന്നെ പറയുകയാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ വരേണ്ട പെണ്ണായിരുന്നു കൺമണി എന്നുകൂടെ പറഞ്ഞു വെക്കുമ്പോ ഇത് കേട്ട് ആകെ പേടിയാവുന്നുണ്ട് സുജാതയ്ക്കും ആന്റിയമ്മയ്ക്കും ഒക്കെ. ആന്റിയമ്മ സാഗറിനെ വഴക്ക് വരെ പറയുന്നുണ്ട്. എന്നാൽ സാഗർ അപ്പൊ അവരോട് പറയും, ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. കൺമണി ഒരു നല്ല പെൺകുട്ടിയാ, മിടുക്കി. വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ രാഷ്ട്രപതിയുടെയോ ധീരതയ്ക്കുള്ള അവാർഡിന് വരെ നമുക്ക് കൺമണിയെ ശുപാർശ ചെയ്യാവുന്നതാ. ഇതെല്ലാം കേട്ട് ഒട്ടും പിടിക്കാത്ത ആന്റിയമ്മ നിർത്താൻ പറയുന്നുണ്ട് സാഗറിനോട് വീണ്ടും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഞങ്ങളെ കൊച്ചാക്കുകയാണോ? അതിനി വേണ്ട കേട്ടോ. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് സാഗറും. ആന്റിയമ്മ എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, അവള് ചെയ്ത കാര്യം അംഗീകരിക്കുന്നില്ല എന്ന് വേണ്ട. നമുക്ക് കുറ്റബോധം വരാനും പാടില്ലല്ലോ. ഒരു സമ്മാനം പോലെ 1,00,000 രൂപ നമുക്ക് ക്യാഷ് അവാർഡായിട്ട് കൊടുക്കാം. എന്താ, അവൾക്ക് ഒരു സന്തോഷം വരട്ടെ. എന്നാൽ അതൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് സാഗർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവളെ അപമാനിക്കുന്നതിന് തുല്യമാകും. അവള് നമ്മളെ പുച്ഛിക്കും. അത് വേണ്ട. സുജാതയ്ക്കാണെങ്കിലും കൺമണിയെ പറ്റി തന്നെ സാഗർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതത്ര ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് തൽക്കാലം കൺമണിയെ പറ്റിയുള്ള സംസാരം ഇവിടെ നിർത്താമെന്നും എന്നിട്ട് ഡോക്ടറെ പോയി കണ്ടിട്ട് ഡിസ്ചാർജിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിക്കാമെന്നും പറയുമ്പോൾ സാഗറിന്റെ മനസ്സിൽ അപ്പോഴും കൺമണി തന്നെയാണ്. കൺമണി ചെയ്ത സഹായങ്ങളാണ്. കൺമണിയാണെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്ത് വന്നിട്ട് വിശ്വനെ വിളിക്കുന്നുണ്ട്, ഓട്ടോക്കാരൻ വിശ്വേട്ടനെ. വിശ്വേട്ട, ഞാൻ കൺമണിയാ. ഇന്നലെ രാത്രിയില് ആശുപത്രിയില് എന്നിങ്ങനെ കൺമണി പറഞ്ഞപ്പോഴേക്കും വിശ്വൻ സന്തോഷത്തോടു കൂടി, ആ കൺമണി മോളെ, പത്രത്തില് മോളെ കുറിച്ചുള്ള വാർത്ത വായിക്കുകയായിരുന്നു. 2-3 വട്ടം ഞാൻ വായിച്ചു.
ശേഷം കൺമണി വിശ്വനോട് ഒരു സഹായം ചോദിക്കുകയാണ്. തന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് മോൾ അവിടെ തന്നെ നിന്നു, ഞാൻ 2 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയിരിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് വിശ്വൻ കോള് കട്ട് ചെയ്യുകയാണ്. കൺമണി അങ്ങനെ വിശ്വന്റെ ഓട്ടോ വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പത്രവാർത്ത കണ്ട് ഓരോ ആൾക്കാർ വന്നിട്ട് കൺമണിയോട് സംസാരിക്കുന്നത്. കൺമണിയെ അവരെല്ലാം പ്രശംസിക്കുമ്പോൾ കൺമണിക്കും സന്തോഷമാവും, അവരോടൊക്കെ നന്ദി പറയും. കൃഷ് ആണെങ്കിലും ഇവിടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കൺമണി വിഷമിച്ചു പോയതിന്റെ കാരണക്കാര് ഹേമയും മാനസയും ആയിരിക്കുമെന്ന് തോന്നുന്ന കൃഷ് അവരെ പോയി ചോദ്യം ചെയ്യുന്നുണ്ട്. കൺമണി ഇവിടെ നിന്ന് വിഷമിച്ചു പോയതിന്റെ കാരണം എന്താണെന്ന് തിരക്കുന്നുണ്ട്. അപ്പൊ മാനസ തർക്കുത്തരം പറയും, കൺമണി വിഷമിച്ചു പോയതിന്റെ കാരണം എന്താണെന്ന് നീ അവളോടല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ ഹേമയും പറയും, അല്ല അതവിടെ നിൽക്കട്ടെ കൃഷ്, ആ കൺമണി വിഷമിച്ചു പോകുന്നതാണോ കൃഷിന്റെ പ്രശ്നം? എന്റെ മോൾ എത്രയോ നാളായിട്ട് വിഷമിക്കുന്നു, അതിന് കൃഷിന്റെ പ്രശ്നമൊന്നുമില്ല. ഇതേ സമയം മാനസ ഹേമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കൃഷ് കൺമണിയെ കുറിച്ച് പറയുകയോ ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കത് പ്രശ്നമല്ല അമ്മേ, മറുപടി ഞാൻ പറഞ്ഞോളാം. ഏതായാലും കൃഷ് ഹേമയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ആന്റിയുടെ സംശയത്തിനെല്ലാം ഞാൻ ഉത്തരം തരാമെന്നും ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ആന്റി മറുപടി താ. കൺമണി വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ നിന്നും പോയത്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേൾക്കുന്നതും മാനസ് തിരിച്ചു പറയാണ് കൃഷ്ണനോട്, ശരി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വെച്ചു, അതിനിപ്പോ എന്താ, അവൾ ആരാ ഇവിടുത്തെ? ഈ വർത്താനം കൃഷ്ണന് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. അവൾ ആരാണെന്നോ? അവള് കാരണമാണ് എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നീ മുറിയിൽ സുഖമായി പുതച്ചുമൂടി ഉറങ്ങുമ്പോഴേ അച്ഛൻ അപകടം വരുന്നെന്നറിഞ്ഞ് അവൾ ഉറക്കം കഴിഞ്ഞ് അവളെ പോലും മറന്ന് വീട്ടിൽ നിന്നും പാഞ്ഞു വരികയായിരുന്നു. സ്വന്തം ജീവിതം പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ടാണ് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഗുണ്ടകളോട് ഏറ്റുമുട്ടിയത്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും മാനസ പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത് കൺമണിയെ. ആരെ ഏറ്റുമുട്ടിയെന്ന്? കൺമണിയോ? അതും ഗുണ്ടകളോട്. പോലീസുകാരും നാട്ടുകാരും ചേർന്നിട്ടാണ് അങ്കിളിനെ രക്ഷിച്ചത്. ഹേമയും കളിയാക്കുന്നുണ്ട് കൺമണിയെ. ഇത്തിരി പോന്ന ആ പെണ്ണ് കൊല്ലാൻ നടക്കുന്ന ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും സാഗറിനെ രക്ഷിച്ചെന്നോ? ഇതൊക്കെ നാട്ടുകാർ കേട്ടാലേ ചിരിക്കും കൃഷ്. ഏതായാലും ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന കൃഷ് ദേഷ്യത്തോടെ മുഖം തിരിക്കുന്നുണ്ട്. മാനസ പിന്നെയും കൃഷിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പറയും, കൺമണി അവിടെ എങ്ങനെയോ ചെന്ന് പെട്ടതായിരിക്കും, ബളത്തിന്റെ ഇടയിൽ പെട്ടു കാണും, ഗുണ്ടകളുടെ അടി കൊണ്ട് കയ്യോ കാലോ ഒന്നും മുറിഞ്ഞിട്ടുണ്ട്, അത് വെച്ച് അവള് മുതലെടുക്കുക. കൃഷ് പിന്നെ അവളുടെ ആളാണല്ലോ. കൃഷിന്റെ സഹതാപം കിട്ടാൻ വേണ്ടി അവള് കരച്ചിൽ അഭിനയിക്കുന്നു. അങ്ങനെ ധീരത, കരുണ, ദുഃഖം തുടങ്ങിയ എല്ലാ വികാരങ്ങളും നിറഞ്ഞ കഥാപാത്രമാണ് അവളെന്ന് കൃഷിനെ ബോധ്യപ്പെടുത്തുക. കൃഷിനെ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും തെറി പറയിപ്പിക്കുക, അത്രേ ഉള്ളൂ അവളുടെ ഉദ്ദേശം. ഇതൊക്കെ കേട്ട് കൃഷിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പൊട്ടിത്തെറിച്ചു പോകുന്നുണ്ട് മാനസയോട്. നീ എന്താ പറഞ്ഞത്? നാട്ടുകാർ ചേർന്നാണ് അച്ഛനെ രക്ഷിച്ചതെന്നോ? എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ കൺമണി ശ്രമിക്കുകയാണ് എന്ന് അങ്ങനെയല്ലേടി നീ പറയുന്നത്? എന്തായാലും ഈ ബേളമൊക്കെ കേട്ടുകൊണ്ട് ആന്റിയമ്മയും സുജാതയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് അവർ ചോദിക്കുമ്പോ മാനസയാണ് പറയുന്നത്, എന്താ കാര്യമെന്ന് കൃഷിനോട് തന്നെ ചോദിക്കേ, ഞാനും അമ്മയും കൂടെ കൺമണിയെ അപമാനിച്ചു എന്നാ കൃഷി പറയുന്നത്. കൺമണിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു, മുഖം കലങ്ങിയിരിക്കുന്നു, ആ രീതിയിൽ എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ഞങ്ങളോട് തട്ടിക്കയറാൻ വരികയായിരുന്നു ഇവൻ. സുജാതയും ഇതേ സമയം കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ് ഒരു വലിയ പ്രശ്നം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, സാഗറിന് നമ്മൾ സമാധാനം കൊടുക്കണം, ഇതിന്റെ പേരിൽ നീ ദയവ് ഇത് അടുത്ത പ്രശ്നം ഉണ്ടാക്കരുത്. മാനസ വീണ്ടും കൃഷ്ണനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. കൺമണിയാണ് അങ്കിളിനെ രക്ഷിച്ചതെന്ന് കരുതി അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുക ഇവൻ. അത് കേൾക്കുന്ന ആന്റിയമ്മ, ശരി ഇനി അവളെ രക്ഷിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു അവളോട് വന്ന് രക്ഷിക്കാൻ. ഏതായാലും ആന്റിയമ്മയുടെയും മാനസയുടെയും ഒക്കെ ഈ ഒരു നന്ദിയില്ലായ്മ കണ്ടിട്ട് കൃഷ് ആകെ അന്തം വിടുന്നുണ്ട്. സുജാതയ്ക്കും അങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി കൃഷ് സുജാതയോട് ചോദിക്കുകയാണ്, അപ്പൊ കൺമണി ഇവിടെ വന്ന് അച്ഛനെ രക്ഷിക്കണ്ടായിരുന്നു അല്ലെ? അങ്ങനെ തന്നെയാണോ അമ്മയുടെ അഭിപ്രായം? സുജാതയാണെങ്കിൽ ആന്റിയമ്മയ്ക്കും മാനസയ്ക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ആ രീതിയിലല്ല ഉദ്ദേശിച്ചതെന്ന്. എന്നാൽ കൃഷി പറയും, ആന്റിയമ്മ അത് എന്തർത്ഥത്തിലാ പറഞ്ഞെന്ന് ആന്റിയമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. കാര്യം കഴിയുമ്പോ കറിവേപ്പില. ശരിയാ, കൺമണി നിങ്ങൾക്ക് കറിവേപ്പിലയായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് അവൾ അച്ഛനെ തിരിച്ചു തന്നവളാ. അവളെ വിലയില്ലാതാക്കി പുറത്തു കളയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് തന്നെ തീർത്തു പറയുകയാണ് ആന്റിയമ്മയുടെയും സുജാതയുടെയൊക്കെ മുഖത്തടിച്ചുകൊണ്ട് തന്നെ.